ഇന്ന് ഈ യോഗത്തിൽ എൻ്റെ മുൻപിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒരർത്ഥത്തിൽ എനിക്കൊരു രാഷ്ട്രീയ പ്രസംഗം നടത്താം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രസംഗവും എനിക്കിവിടെ നടത്താം. I would rather speak to you the same way I would speak to my mother or my father or my sister. So I would rather give you a speech which will tell you a little bit about the candidate herself. പക്ഷേ വയനാട്ടിലെ മാനന്തവാടിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട്, എൻ്റെ സഹോദരിയോട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട്, എൻ്റെ വീട്ടിലെ ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിലുപരി എൻ്റെ സഹോദരിയായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. And anyway, she has already mentioned Mr. Modi and we are all bored of him, so why mention him twice? എന്ത് പറഞ്ഞാലും എൻ്റെ സഹോദരി പ്രിയങ്കാജി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ബോറടിച്ചിരിക്കുക. ഇനി എന്തിനാ വീണ്ടും അദ്ദേഹത്തെ പറ്റി പറയുന്നത്? So I was sitting there while she was speaking and I was thinking about my sister, and I remembered one time when we were small, my father used to make us making us compete. So when we were small, he gave us one small camera each. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ സഹോദരി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്ത് പറയണമെന്ന്. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ ഒരു സാഹചര്യം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ക്യാമറ അദ്ദേഹം തന്നു. You know those types you used to get which you could throw away, the disposable ones. അതെ, നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കളയാൻ പറ്റുന്ന തരം ക്യാമറകളില്ലേ, അത്തരം ക്യാമറകളായിരുന്നു തന്നിരുന്നത്. Nowadays it's all in the phone, but earlier generation will remember that the camera used to be a separate box, and sometimes you could get those cheap ones which you throw away after you use. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അറിയില്ല, കാരണം ഇപ്പം നമ്മുടെ ക്യാമറ എല്ലാം ഫോണിലുണ്ട്. പക്ഷെ മുമ്പുള്ള തലമുറയ്ക്ക് അറിയാം, പണ്ടത്തെ കൊച്ചു ക്യാമറ നമ്മളത് ഉപയോഗിച്ച ശേഷം കളയുന്ന ഒരു തരം ക്യാമറയില്ലേ, അതായിരുന്നു അദ്ദേഹം തന്നത്. So my father gave one to my sister and one to me, and he said, look, in 1 week whoever takes the best picture is going to win a prize. എൻ്റെ അച്ഛനെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് എൻ്റെ സഹോദരിക്ക് ഓരോ ക്യാമറ തന്നിട്ട് പറഞ്ഞു, ഒരു ആഴ്ചക്കുള്ളിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരാണോ ഏറ്റവും നല്ല പടം എടുക്കുന്നത് ആ ആളിനൊരു സമ്മാനം ഞാൻ തരും. So for the next 1 week, my sister and me, every opportunity we got, every person we got, every flower, every animal we got, we were taking pictures. അടുത്ത ഒരാഴ്ച ഞാനും എൻ്റെ സഹോദരി എന്താ ചെയ്തത്, ഏത് മനുഷ്യനെ കണ്ടാലും, ഏത് മൃഗത്തെ കണ്ടാലും, ഏത് പൂവിനെ കണ്ടാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പടം എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ച നടക്കുകയായിരുന്നു. I would take pictures of my grandmother, of my mother. She would take pictures of the dogs. Everybody was being photographed. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ, എൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ പടം എടുക്കും, എൻ്റെ സഹോദരിയാണെങ്കിൽ അവിടെയുള്ള ഒരു നായ്ക്കുട്ടിയുടെ ഒക്കെ പടം എടുക്കും. അങ്ങനെ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ എല്ലാവരെയും ഫോട്ടോ എടുത്ത് നല്ല തിരക്കിലായിരുന്നു. Now I don't remember who won the competition. I still don't remember. I won. പക്ഷേ എനിക്ക് ഓർമ്മയില്ല ആരാണ് ആ മത്സരത്തിൽ ജയിച്ചത്. Okay, she's telling me I won the competition. പ്രിയ സഹോദരി എന്നോട് പറയുകയാണ് ഞാനാണ് ആ മത്സരം ജയിച്ചതെന്ന് എന്നോട് ഇവിടെ ഇരുന്ന് പറയുകയാണ്. But why I'm telling you this story is not because of who won the competition, but because what happened 10, 15, 20, 30 years later. ഞാൻ ഇന്ന് നിങ്ങളോടത് പറയുന്നത്, ഈ കഥ പറയുന്നത് മത്സരത്തിൽ ആര് ജയിച്ചു എന്നതിൻ്റെ പേരിലല്ല, പക്ഷേ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം, 30 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. My sister, even though she lost the competition, did not stop photography. എന്താണെന്നറിയോ, എൻ്റെ അനുജത്തി ആ മത്സരത്തിൽ ജയിച്ചില്ല, പക്ഷെ എന്നിട്ടും ഫോട്ടോ എടുക്കുക എന്നുള്ളത്, ഫോട്ടോഗ്രാഫി എൻ്റെ അനുജത്തി സഹോദരി ഉപേക്ഷിച്ചില്ല. She persevered, she took photographs, she learned how to take photographs, and today I can confidently say she's a much better photographer than me. എന്താ ചെയ്തത്, എൻ്റെ സഹോദരി ഫോട്ടോ എടുക്കുന്നത് ഉപേക്ഷിച്ചില്ല, സ്ഥിരോത്സാഹത്തോടു കൂടി ഫോട്ടോ എടുക്കാൻ പഠിച്ചു, ഒരുപാട് ഫോട്ടോ എടുത്തു, അത് പിന്തുടരുക തന്നെ ചെയ്തു. ഇന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, എന്നെക്കാളും മികച്ച ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ സഹോദരി എന്ന് പറയാൻ സാധിക്കും. And not only does she take photographs, her son also takes photographs. അതെൻ്റെ സഹോദരി മാത്രമല്ല, സഹോദരിയുടെ പുത്രനും ഫോട്ടോ എടുക്കാൻ മിടുക്കനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. Now people think taking a photograph is simply just pressing the button.
ആളുകൾ വിചാരിക്കുന്നത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ് ഫോട്ടോ എടുക്കുന്നത് വിചാരിക്കുന്നത്. But in fact, that's not what taking a photograph is. പക്ഷേ ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് മാത്രമല്ല. To take a good photograph, you have to understand very well the person that you are photographing. നിങ്ങൾ ഒരു നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ വ്യക്തിയെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. You have to understand what that person is feeling. ആ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ എന്ത് വികാരമാണുള്ളത്, മനസ്സിൽ എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. You have to understand what that person is feeling scared of. ആ മനുഷ്യൻ എന്താണ്, can you repeat the last part? You have to understand his fear. You have to understand his aspirations. ആ മനുഷ്യന്റെ ഭയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം, ആ മനുഷ്യന്റെ അഭിലാഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. And most important, you have to have compassion for the other person. You have to have feeling for the other person. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതായി ആരുടെ ഫോട്ടോ നിങ്ങൾ എടുക്കുന്നോ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ടാവണം, ആ വ്യക്തിയോട് മാനുഷികമായിട്ടുള്ളൊരു വികാരം ഉണ്ടാവണം. Almost the photographer has to dissolve himself and become the person that he is photographing. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ഫോട്ടോഗ്രാഫർ ആ വ്യക്തിയിൽ സ്വയം അലിഞ്ഞില്ലാതായി മറ്റു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമുക്കൊരു നല്ല ഫോട്ടോ എടുക്കാൻ. He has to imagine the world from the person he is photographing's perspective. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ആളിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാൻ സാധിക്കണം, ചിന്തിക്കാൻ, സങ്കല്പിക്കാൻ സാധിക്കണം. So for example, many politicians will see a farmer and they will say, oh, that is a farmer. ഉദാഹരണത്തിന് പല രാഷ്ട്രീയക്കാരും ഒരു കർഷകനെ കാണുമ്പോൾ പറയും, നോക്കൂ അതൊരു കർഷകനാണ് എന്ന് പറയും. My sister will never do that. എൻ്റെ സഹോദരി ഒരിക്കലും അത് ചെയ്യില്ല. My sister will see the farmer and then say, that is a father, that is a brother, he has a sister. She will try to understand that person. എൻ്റെ സഹോദരി ഒരു കർഷകനെ കാണുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല ഒരു കർഷകനാണെന്ന്. എൻ്റെ സഹോദരി എന്താണെന്നോ പറയുന്നത്, അതൊരു അച്ഛനാണ്, അതൊരു സഹോദരനാണ് എന്ന് പറഞ്ഞ്, അതൊരു മകനാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മനസ്സിലാക്കാനായിരിക്കും എൻ്റെ സഹോദരി ശ്രമിക്കുക. She will try to understand what that person is going through. ആ മനുഷ്യൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എൻ്റെ സഹോദരി ശ്രമിക്കുക. Like we politicians will say, oh, the farmer is not getting the right price. സാധാരണ നിങ്ങൾ നോക്കൂ, സാധാരണ രാഷ്ട്രീയക്കാരെന്ത് പറയും, ആ കർഷകന് കൃത്യമായിട്ടുള്ള ശരിയായ വില ലഭിക്കുന്നില്ല. She will go and talk to the farmer and ask the farmer, how do you feel when you didn't get the right price? പക്ഷേ എൻ്റെ സഹോദരി എന്താണ് ചെയ്യുന്നത്, സഹോദരി പോയി ആ കർഷകനോട് സംസാരിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് കൃത്യമായ ശരിയായ വില കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു വയനാട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു, അതിനുശേഷം രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിക്കുകയാണ്. വയനാട്.